പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിവരങ്ങൾ തേടി ഇഡി. കേസിന്റെ വിശദാംശങ്ങളും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ആവശ്യപ്പെട്ട് ഇഡി ക്രൈംബ്രാഞ്ച് ഡിജിപിക്ക് കത്തയച്ചു. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജിജീഷ് ചേരുന്നു. ജിജീഷ് പറയും. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, തുടക്കത്തിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ പോലീസിന് ശേഷം ലോക്കൽ പോലീസിന് ശേഷം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്ത രേഖകൾ, പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങൾ എന്നിവയും ഡീറ്റെയിൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നൊരു കാര്യമാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറണമെന്നാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGPക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. കാരണം സംസ്ഥാന വ്യാപകമായി നടന്ന തട്ടിപ്പാണ്. 11 ജില്ലകളിലധികം ഇത്തരത്തിൽ ഓരോ സ്ഥലത്തും കേസുകൾ നിരവധി എണ്ണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ അതുമായി ബന്ധപ്പെട്ട് ആ ജില്ലകളിലുള്ള SP-മാർക്ക് ഇത്തരത്തിൽ കത്തുകൾ കൈമാറാറുണ്ട്. ഈ വിവരങ്ങൾ തേടിക്കൊണ്ടും രേഖകൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നിലവിൽ സംസ്ഥാന വ്യാപകമായി നടന്ന തട്ടിപ്പാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ADGPക്ക് തന്നെ, ക്രൈംബ്രാഞ്ച് ADGPക്ക് തന്നെ കത്ത് നൽകിയിരിക്കുന്നത്. അന്വേഷണവുമായി, തങ്ങളുടെ അന്വേഷണവുമായി സഹകരിക്കണം എന്നുകൂടി ED ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സാധാരണ നിലയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസുകൾ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് CPM ഭരണസമിതികളുള്ളതടക്കമുള്ള കേസുകളെല്ലാം തന്നെ അന്വേഷിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈമാറാറില്ല. ഇത്തരത്തിൽ കൃത്യമായി ആവശ്യപ്പെട്ടാൽ പോലും നിർണായക രേഖകൾ, തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്താറുണ്ട്. പിന്നീട് കോടതി ഇടപെട്ടാണ്, കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് അതുവഴി മാത്രമാണ് രേഖകൾ ലഭിക്കാറുള്ളത്. അതുപോലും തീർത്തും ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും കൈമാറാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാകാറുമില്ല. എന്നാൽ നടപടികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോവുക, സ്വാഭാവികമായും മറ്റു വഴികൾ, ഈ ഒരു വിവരങ്ങൾ ലഭിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ലഭിച്ചില്ല എങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള രേഖകൾ സംഘടിപ്പിക്കാറുണ്ട്, അത് പരിശോധിക്കാറുണ്ട്, അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാറുമുണ്ട്. നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ക്രൈംബ്രാഞ്ച് എന്ത് സമീപനം സ്വീകരിക്കുമെന്നത് ഏറ്റവും പ്രധാനമാണ്. ശരി ജിനീഷ്.